അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഏറ്റവും പുതിയൊരു മോളിക്കുള്ള ഏറ്റവും പുതിയൊരു പഠനത്തിൽ ഏറ്റവും പുതിയൊരു മെഡിസിൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലാസ്കോടെറോൺ എന്നാണ് അതിന്റെ പേര്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് PP405 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ പെലാക് ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗൂഗിളൊക്കെ ഹെവി ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഒരു ഹെയർ റീസ്റ്റോറേഷൻ മോളിക്യൂളാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതല്ല, ഇത് പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ക്ലാസ്കോടെറോൺ. ഒരു 15 വയസ്സായി കഴിഞ്ഞ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്ന് പറയുന്ന സെഗ്മെന്റിൽ വലിയ വലിയ പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഷണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഏജിനേക്കാൾ ഒരു 10, 15, 20 വയസ്സ് വരെയൊക്കെ നമ്മളെ കൂട്ടി കാണിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇൻസെക്യൂർ ആകുന്നത്. കുറച്ച് രോമങ്ങളുടെ കാര്യം മാത്രമല്ല, ഇപ്പം ഒരു 25 വയസ്സുള്ള അയാൾ നല്ല കഷണ്ടി ആണെങ്കിൽ ചിലപ്പോൾ അയാൾ 35, 40 വയസ്സ് അയാളെ കണ്ടാൽ തോന്നിക്കും. അതേസമയം 40 വയസ്സുള്ള ആൾ നല്ല തിക്കായിട്ടുള്ള ഹെയറും ഇപ്പം നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ പോലത്തെ ഹെയർ ഉള്ള ആളാണെങ്കിൽ 40 വയസ്സായാലും ചിലപ്പോൾ അയാളെ കണ്ട 25 വയസ്സ് തോന്നിക്കുള്ളൂ. അപ്പോൾ ടോട്ടലി നമ്മളുള്ള അപ്പിയറൻസിനെ, നമ്മുടെ കോൺഫിഡൻസിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ മുടി ഒന്നുമല്ല അല്ലെങ്കിൽ മുടിയല്ല എന്നൊക്കെ പറഞ്ഞാലും മുടി നല്ലൊരു നമ്മുടെ ഓവറോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന വലിയൊരു ഫാക്ടർ തന്നെയാണ് മുടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് എടുക്കുകയാണെങ്കിൽ ദുരന്തർ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അക്ഷയ് ഖന്ന ഇപ്പോൾ ദൃശ്യം 3 മൂവിക്ക് വേണ്ടി വിഗ് വെക്കണം എന്ന് ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഒരു അപ്പിയറൻസ് അല്ല, ആ ഒരു വിഗൊക്കെ വെച്ച് ആ ഒരു പവർഫുൾ ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള ഒരു അപ്പിയറൻസും അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇംപ്രഷൻ തന്നെ മാറിപ്പോയി. അപ്പം മുടിക്ക് വലിയൊരു റോളുണ്ട്, അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ മുടിയില്ലാത്ത ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ജെയ്സൺ സ്റ്റഥാം, ഡ്വെയ്ൻ ജോൺസൺ, വിൻ ഡീസൽ, ഇങ്ങനെയുള്ള മുടിയില്ലാത്ത ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ടോം ഹാങ്ക്സ് കഷണ്ടിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഏജിലുള്ള പല ആക്ടേഴ്സും നല്ല തിക്ക് ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഏജ് കുറേ തോന്നിക്കുള്ളൂ. അപ്പൊ നമ്മൾ റിയാലിറ്റി എത്രത്തോളം അതിനെ മറച്ചു പിടിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിയാലിറ്റി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഏറ്റവും പുതിയൊരു മോളിക്കുള്ള ഏറ്റവും പുതിയൊരു പഠനത്തിൽ ഏറ്റവും പുതിയൊരു മെഡിസിൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലാസ്കോടെറോൺ എന്നാണ് അതിന്റെ പേര്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് PP405 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ പെലാക് ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗൂഗിളൊക്കെ ഹെവി ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഒരു ഹെയർ റീസ്റ്റോറേഷൻ മോളിക്യൂളാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതല്ല, ഇത് പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ക്ലാസ്കോടെറോൺ. കോസ്മോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇതിന്റെ പേരെന്തൊക്കെ എടുത്തിരിക്കുന്നത്. അവരാണ് ഇതിപ്പം ഇറക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല, എന്നാൽ US, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇത് പ്രധാനമായിട്ടും ആക്നെ ട്രീറ്റ്മെന്റ്സിന്, മുഖക്കുരുവിനൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ഹെയർ ഫോളിനും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും അധികം വൈകാതെ തന്നെ, ഇത് ഓൾമോസ്റ്റ് മറ്റു രാജ്യങ്ങളൊക്കെ സെല്ല് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഈ കാര്യം നമുക്ക് ഇന്ത്യയിലേക്ക് എത്തും. നമ്മൾ ഈ PP405 കാത്തിരിക്കുന്ന പോലെ ഒന്നും അത്രയും കാത്തിരിക്കേണ്ടി വരില്ല. നിയർ ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ 2026 അവസാനം അല്ലെങ്കിൽ 2027 ആദ്യത്തോടു കൂടി നമുക്ക് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് ഈ ക്ലാസ്കോടെറോൺ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടോപ്പിക്കൽ ആന്റി ആൻഡ്രജൻ മെഡിക്കേഷൻ ആണ്. എന്താണ് ആന്റി ആൻഡ്രജൻ? ആൻഡ്രജൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ, ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെ അടങ്ങുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രജൻ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സെക്സ് ഹോർമോൺസിനാണ് ഈ പറയുന്ന ഒരു ആൻഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ്രജനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ അതിനകത്ത് തന്നെയുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഈ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ ടെസ്റ്റോസ്റ്റെറോൺ. ഇതാണ് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാക്കുന്നത്. കാരണം ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ആയ ആ ബ്ലഡ് വെസൽസിനേക്ക് ഇത് ഷ്രിങ്ക് ചെയ്യിപ്പിക്കുകയും ബ്ലഡ് ചെല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് മിനിയേച്ചറൈസേഷൻ സംഭവിക്കുന്നത്, മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ടോപ്പിക്കലായിട്ട്, ഉള്ളിൽ കഴിക്കുന്നതല്ല, ടോപ്പിക്കലായിട്ട് നമ്മളിപ്പോൾ മിനോക്സിഡിലൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്കലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിക്കലി ഇത് എഫക്റ്റീവായിട്ട് അവിടെയുള്ള ഈ ടെസ്റ്റോസ്റ്റെറോൺ, DHT പോലുള്ള ഹോർമോൺസിന്റെ ആക്ഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതിനെ തടയും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ടെസ്റ്റോസ്റ്റെറോണിന് നമ്മുടെ ഹെയർ റൂട്ട്സിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസിനെ ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ റൂട്ട്സിലേക്കൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതായത് ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ, നല്ല വളവും വെള്ളമൊക്കെ കിട്ടി വളരുന്ന ചെടി നല്ല രീതിയിൽ വളരും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഹെയർ ഫോള് അങ്ങനെ നിർത്താൻ സാധിക്കും, ഹെയർ ഫോളിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ക്ലാസ്കോടെറോൺ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കോസ്മോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആക്നെ ട്രീറ്റ്മെന്റ്സിനാണ് ഇത് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വിൻലെവി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അണ്ടറിൽ ക്ലാസ്കോടെറോൺ 1% ക്രീമാണ് അതിനുവേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 12 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഈ പറയുന്ന പോലുള്ള
ആക്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഫലപ്രദമായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ യൂസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, മെയിൽ പാറ്റേൺ ബാൾഡ്നസ് അല്ലെങ്കിൽ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ. അപ്പോൾ ഈ ആക്നി ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന ഈ 1% ക്രീമിന് തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് വേർഷൻ ആയിരിക്കും നമ്മൾ ഈ മുടി കൊഴിച്ചിലിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് മിനോക്സിഡിൽ 5% നമുക്ക് പറയുന്ന പോലെ ക്ലാസ്കോടെറോണിന്റെ 5% ആയിരിക്കും മുടി കൊഴിച്ചിലിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ phase 3 ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ഹെയർ ലോസിൽ ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉപയോഗിച്ച ആളുകളിൽ ഹെയർ കൗണ്ട് ഒക്കെ കൂടുന്നതായിട്ട് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഒരു ഫസ്റ്റ് ടോപ്പിക്കൽ ആൻഡ്രജൻ റിസപ്റ്റർ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാസ്ട്രൈഡ് പോലുള്ള ഓറലായിട്ട് കഴിക്കുന്ന ആൻഡ്രജൻ റിസപ്റ്റർ ഇൻഹിബിറ്ററിനെ അപേക്ഷിച്ച് സൈഡ് എഫക്ട്സ് ഇതിനില്ല എന്ന് പറയാം. കാരണം ഫിനാസ്ട്രൈഡ് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയിലാണ് അതിൻ്റെ എഫക്റ്റ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് ടോപ്പിക്കൽ ആയതുകൊണ്ട് തന്നെ അഫക്റ്റഡ് ഏരിയാസിന് മാത്രമാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് രീതിയിലുള്ള സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല. ഫിനാസ്ട്രൈഡിന് ഒരുപാട് മറ്റ് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴും പല രാജ്യങ്ങളും മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ റെഗുലേറ്ററി ക്ലിയറൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ ഉള്ള US, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ആക്നി ട്രീറ്റ്മെന്റ്സിനായിട്ട് ഇപ്പോൾ വൈഡായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ മുടി കൊഴിച്ചിലിനായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിയറൻസിനായിട്ട് കമ്പനി കാത്തിരിക്കുകയാണ്. ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഈ ക്ലാസ്കോടെറോൺ നമ്മുടെ സ്കിന്നിലും ഹെയർ ഫോളിക്കിൾസിലും ഉള്ള ഈ ആൻഡ്രജൻ റിസപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്യും. അപ്പോൾ അതുവഴി ഈ DHT ചെന്നിട്ട് ആക്നി ഫോർമേഷൻ അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾ മിനിയേച്ചറൈസേഷൻ ഒക്കെ നടത്തുന്നതിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓറലായിട്ട് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഹോർമോണൽ സൈഡ് എഫക്ട്സ് വളരെയധികം കുറവായിരിക്കും. തീരെ ഇല്ലാതെ നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനും പറയാൻ സാധിക്കില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെയധികം കുറവായിരിക്കും. വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആയിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്. ഇനി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായി തന്നെ ചെറിയ രീതിയിലുള്ള ഇച്ചിങ് അല്ലെങ്കിൽ റെഡ്നെസ്, ചൊറിച്ചിൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ആയിരിക്കും ഇത് കാണിക്കുന്നത്. അതെല്ലാ ആളുകളിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിനോക്സിഡിൽ പോലുള്ള ടോപ്പിക്കൽ സൊല്യൂഷൻസിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ, മിനോക്സിഡിൽ ഒരിക്കലും ഒരു DHT ബ്ലോക്കർ അല്ല, ഒരു ആൻഡ്രജൻ റിസപ്റ്റർ ഇൻഹിബിറ്റർ അല്ല മിനോക്സിഡിൽ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന മിനോക്സിഡിൽ ഒരു വാസോ ഡൈലേറ്റർ ആണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ, ചുരുങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസലിനെയൊക്കെ ഡയലേറ്റ് ചെയ്ത് അതുവഴി ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു മെഡിക്കേഷനാണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ദിസ് കേസ് ഈ ക്ലാസ്കോടെറോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻഡ്രജൻ റിസപ്റ്റർ ഇൻഹിബിറ്റർ ആണ്. ഹോർമോൺ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലിന് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ, മെയിൽ പാറ്റേൺ ബാൾഡ്നസ് അല്ലെങ്കിൽ കഷണ്ടി ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മെയിൽ ഹോർമോണാണ്. മെയിൽ ഹോർമോൺ ആയിട്ടുള്ള DHT ആണ്. അപ്പോൾ ഈ DHT ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിനോക്സിഡിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യസ്തമാണ്. മിനോക്സിഡിൽ നമ്മൾ നിർത്തി അപ്പം തന്നെ വീണ്ടും ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ വീണ്ടും ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ മിനിയേച്ചറൈസേഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച് ഒരു ഘട്ടം എത്തുമ്പോൾ ഈ മുടി കൊഴിഞ്ഞു പോകും. പക്ഷേ ഇതെന്ന് പറയുന്ന ബൈൻഡിങ് നിലനിർത്തുകയും DHT മുടിയെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ഈ ക്ലാസ്കോടെറോൺ ചെയ്യുന്നത് ഹോർമോൺ എഫക്റ്റഡ് ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ നിർത്തുക എന്നുള്ളതാണ് ക്ലാസ്കോടെറോണിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അതേസമയം മിനോക്സിഡിൽ ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ കിട്ടാത്തതുകൊണ്ട് കൊഴിഞ്ഞു പോകുന്ന ശക്തി കുറഞ്ഞുള്ള മുടിയൊക്കെ വീണ്ടും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കാനായിരിക്കും പല ഡോക്ടേഴ്സും ഇനി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ക്ലാസ്കോടെറോൺ കൊണ്ട് ഹോർമോൺ പരമായിട്ടുള്ള DHT അറ്റാക്ക് ചെയ്യുന്ന ഹെയർ ഫോളിനെ സ്റ്റോപ്പ് ചെയ്യുക, മിനോക്സിഡിൽ ഉപയോഗിച്ച് തിന്നായിട്ടുള്ള ഹെയർസിനെയൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുക. അപ്പോൾ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ നോർമൽ അല്ലാത്ത മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, പുതിയ മുടി നന്നായിട്ട് ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഒരു ഫുൾ ഹെഡ് ഓഫ് ഹെയർ ഒക്കെ ആളുകൾക്ക് അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1% ക്രീം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാനഡയിൽ അപ്രൂവ്ഡ് ആൻഡ് അവൈലബിൾ ഉണ്ട് പ്രിവിൻ ലിവി ത്രൂ ഫാർമസീസ്. ഓസ്ട്രേലിയയിൽ അപ്രൂവ്ഡ് ആൻഡ് അവൈലബിൾ സിൻസ് 2024. യൂറോപ്യൻ യൂണിയൻ ആൻഡ് UK മാർക്കറ്റിംഗ് ആൻഡ് ഓതറൈസേഷൻ has been granted and commercial rollout is underway across multiple European countries. Brazil, Mexico, South Korea, Singapore, Malaysia, Middle East, etc. Approved in many countries and distributed through local partners. Where it's not yet officially sold. ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ഒഫീഷ്യൽ അപ്രൂവൽ ഇതിന് ലഭിച്ചിട്ടില്ല. ക്ലാസ്കോടെറോൺ ക്രീംസിനും ലഭിച്ചിട്ടില്ല. ബൈയിങ് ഓൺലൈൻ, പ്രിസ്ക്രിപ്ഷൻ റിക്വയർഡ്. Some licensed international pharmacies will ship Winlevi 1% cream if you have prescription. അതായത് ചില ഇന്റർനാഷണൽ ഫാർമസീസ് ഇന്ത്യയിലേക്ക് ഇത് ഷിപ്പ് ചെയ്ത് തരും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ 1% ക്രീം. പക്ഷെ എന്നാലും ഈ 5% ടോപ്പിക്കൽ സൊല്യൂഷൻ, ഈ മിനോക്സിഡിൽ പോലുള്ള സാധനമൊന്നും ഇപ്പോഴും നമുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ 2026 അവസാനം അല്ലെങ്കിൽ 2027 ആദ്യം അല്ലെങ്കിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇത് നമ്മുടെ മാർക്കറ്റിലുമൊക്കെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും കഷണ്ടി കൊണ്ടും മുടി കൊഴിച്ചിലും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള PP405, അപ്പോൾ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കും, അതുകൂടി കാണാൻ ശ്രമിക്കുക. അതും ഈ പറയുന്ന 2027 അവസാനം അല്ലെങ്കിൽ 2028 ഒക്കെ ആകുമ്പോഴേക്കും അതും അവൈലബിൾ ആയി തുടങ്ങും. അതോടുകൂടി മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന വലിയൊരു തലവേദനയിൽ നിന്ന്, വലിയൊരു വിഷമത്തിൽ നിന്ന് യുവാക്കൾക്കും അല്ലെങ്കിൽ മധ്യവയസ്കർക്കും ഒക്കെ മോചനം ലഭിക്കും എന്നാണ്
പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും ഗ്ലാസ്കോട്ടെറോണിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.